വെഡ്ഡിങ് സ്റ്റേജുകളിൽ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റേജിനെ കാണുമ്പോൾ വളരെ നല്ലൊരു ആംബിയൻസ് നൽകും. എന്നാൽ അതിനൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. നമ്മളുടെ ആ ഒരു നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്ക് ആ ലൈറ്റിങ്ങിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടിച്ചുകൊണ്ട് ആ മൊമെൻറ്റ്സ് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന ടീമുകളുണ്ട് എങ്കിൽ പോലും അത് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് മാക്സിമം സ്റ്റേജിനകത്ത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്സ് സാധനങ്ങൾ ഒഴിവാക്കുക. അതിനെ നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാം. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെ പ്ലേസ് ചെയ്യാം. ഇപ്പം മിറർ പോലെയുള്ള, അക്രിലിക് പോലെയുള്ള, അല്ലെങ്കിൽ മെറ്റാലിക് പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഒരു പരിധി വരെ ബാക്ക് ഡ്രോപ്പിൽ സെറ്റ് ചെയ്യാതെ മറ്റിടങ്ങളിൽ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലും ലുക്കും കിട്ടും, നമുക്ക് നല്ല ഫോട്ടോസും കിട്ടും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആ ഒരു മൊമെൻറ്റുകൾ നമ്മൾ പിന്നീട് ഓർക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വഴിയാണല്ലോ. അപ്പം അതിനകത്ത് അതിനെ എത്രത്തോളം ബെറ്റർ ആയിട്ട് കിട്ടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻസ് സെലക്ട് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളോട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിങ്ങിന് നല്ലൊരു ഔട്ട് കിട്ടാനായിട്ട് നല്ലതായിരിക്കും.